ഇന്ന് ലീവായതുകൊണ്ട് തന്നെ എണീക്കാൻ നല്ല രീതിയിൽ ലേറ്റായിട്ടുണ്ട്. അപ്പം എണീച്ചപാട് തന്നെ ചോറും കറിയും മീൻ പൊരിച്ചതും പിന്നെ വറവും ഒക്കെ ഉണ്ടാക്കി. ഞാനല്ല, എൻ്റെ ഫ്രണ്ടാണ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് നമ്മളങ്ങ് പ്ലാൻ ചെയ്തു നമുക്ക് പുറത്തേക്ക് പോകാം. പ്ലാൻ ചെയ്ത് നമ്മൾ ഇറങ്ങാൻ തന്നെ ഏകദേശം 6 മണിയായിട്ടുണ്ട് ഗൈസ്. ഇതെൻ്റെ താടിയിൽ എന്താ പറ്റിയെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒന്ന് ഷേവ് ചെയ്തതാണ്. പക്ഷെ നാട്ടിലായപ്പോൾ 3 നേരം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും. ഇപ്പം നോക്കിയേ 2 നേരമൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. എന്താ വെച്ചാൽ എണീക്കുന്നത് തന്നെ 11-12 മണിക്കാണ്. പിന്നെ എവിടെ കത്തലൊക്കെ അടക്കാൻ സമയം. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കരിയർ ഗ്രോത്തിന് വേണ്ടി വന്നാളോ. അപ്പോൾ അത് ഗ്രോത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോവും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതൊക്കെ മുടക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്ത് ഇഷ്യൂ ആവും. പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഹെൽത്ത് നന്നായിട്ട് വേണ്ടേ. ഇതൊക്കെ ഞാൻ പറയുമെങ്കിലും ഞാനിതൊന്നും നോക്കാത്ത ആളാണ് ഗൈസ്. അപ്പം അതൊക്കെ കഴിഞ്ഞു നമ്മളിപ്പം ഒബേസിറ്റിയിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹസികമായ രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മളെല്ലാവരും പെട്ടെന്ന് റെഡിയായി. നമ്മൾ ആദ്യം കബോൺ പാർക്കിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ കബോൺ പാർക്കിലെത്തിയപ്പോൾ ഏകദേശം 6 മണിയായി. ലൈറ്റിംഗ് ഒന്നുമില്ല. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് UBCTയിലേക്കാണ്. അവിടെ ആകുമ്പോൾ നല്ല ലക്ഷ്യൂറിയസ് ഒരു മാളുണ്ട്. അവിടെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. ഈ മാളിലേക്ക് വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ കുറേ ടൈം ജഡ്ജ് ചെയ്തു. അത്രയും റിച്ച് ആൾക്കാരാണ് അവിടെ വരുന്നത്. വൺ ഡേ ഞാനും ആവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എനിക്ക്. എന്നാലും പക്ഷേ നല്ലൊരു മാള കേട്ടോ. എല്ലാം എക്സ്പെൻസീവ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എബൌട്ട് 10,000 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോ ടീഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം എല്ലാം 10,000 എബോ ഉള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ നേരെ റൂമിലേക്ക് വെച്ച് പിടിച്ചു.